ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് 3:30 ആയപ്പോഴേക്ക് ഇതേ അടുക്കളയിലേക്ക് ഇറങ്ങിട്ടോ. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഒരു ഗസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ആരാന്നറിയണ്ടേ? മൂത്തച്ഛനാണ് കേട്ടോ. അതായത് ഇക്കാൻ്റെ നേരെ മൂത്ത ഏട്ടനാണ് കേട്ടോ. അപ്പോൾ അതേ ഏതായാലും മൂത്തച്ഛൻ ഉണ്ടല്ലോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് പറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ചിക്കനുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റുകയാണ് കേട്ടോ. കടി പിന്നെ കുറച്ച് പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞേക്കുക, പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വഴറ്റി വന്നതിന് ശേഷം അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചിക്കൻ മസാലയും പിന്നെ ഒരിത്തിരി മല്ലിപ്പൊടിയും 1 സ്പൂൺ വലിയ ജീരകവും പിന്നെ ഒരിത്തിരി ഗരം മസാലയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടോട്ടോ അതൊന്ന് വഴറ്റുകയാണ് കേട്ടോ. അതിനുശേഷം ആദ്യം തന്നെ ഞാൻ ചിക്കൻ വേവിച്ചെടുത്തിരുന്നു കേട്ടോ. കുറച്ച് പിന്നെ ഉപ്പും പിന്നെ ഒരിത്തിരി ചിക്കൻ മസാലയും കൂടി ഇട്ടുകൊണ്ട് അതൊന്ന് വേവിച്ചെടുത്തിരുന്നു. അതൊന്ന് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അതെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പ് കൊണ്ടിട്ട് കൊടുത്തു. പിന്നെ അത് കുറച്ച് റവ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. കുറച്ച് വെള്ളം വെച്ച് ആദ്യം തന്നെ നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് ആദ്യം സേമിയ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു സേമിയ. അതിന് ശേഷം ഒരു ഇത്തിരി റവയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഫിനിമോൾക്ക് നോമ്പില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ 2 ഏലക്കായ പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോയതാട്ടോ. അതാട്ടോ മൂത്തച്ഛന്ന് പിറക്കാൻ നമ്മളെ വീട്ടിൽ വിളിച്ചതാണ് നമ്മളെ. പിന്നെ അത് പാല് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതെ നമ്മളെ ഫിനിമോൾ റാവി റെഡി ആയിട്ടാ. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് 6 kg വെച്ചിട്ട് അതിൽ പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലൊന്ന് ഒഴിച്ചിട്ടാ. പിന്നെ 2 ചെറിയ ഉള്ളിയും കൂടി ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് അതും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫിനിമോളെ പായസം റെഡി ആയിട്ടാണ്. അതിനുശേഷം ബത്തക്ക കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തെടുത്തു. ബത്തക്ക ഇല്ലാതെ എന്ത് നോമ്പ് തുറല്ലേ. ഇവിടെ എനിക്കത് എന്നും വേണം കേട്ടോ ബത്തക്ക. ഫിനിമോൾക്ക് അത് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ. അങ്ങനെ ബത്തക്ക കട്ടയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, അതൊന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ മുസമ്പി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 3 ഫ്രൂട്ട് ഉണ്ടായിരുന്നത്. എല്ലാം കുറേശ്ശിട്ട് എടുക്കുന്നുള്ളൂ, കാരണം ആകെ 4 പേരല്ലേ ഉള്ളൂ. പിന്നെ ഇക്കയാണെന്നുണ്ടെങ്കിൽ ഇക്കൊന്നും ഒഴിവില്ല കേട്ടോ. ഇക്ക പള്ളിയിൽ തന്നെയാണ് നോമ്പ് തുറക്കുന്നത്. ഷിബിലി മോനാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ ഒരു കഷ്ണം ബത്തക്ക എടുത്തുകൊണ്ട് അതൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 2 ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുത്തോളൂ, കാരണം അത് ബത്തക്ക മധുരമുള്ളതല്ല. അതുകൊണ്ട് ആദ്യം അങ്ങനെ അരച്ചെടുത്തിട്ടാ. പിന്നെ അതിന് ശേഷം 2 പൊതിനയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തു. അങ്ങനെ നമ്മളെ ബത്തക്ക ജ്യൂസ് റെഡി ആയിട്ടോ. ഇന്ന് മൂത്തച്ഛൻ നോമ്പ് തുറക്കാനുണ്ടാകുന്ന പറഞ്ഞപ്പോൾ നമ്മൾ ഫിലിമോൾക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം 2 ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് 2 ഉള്ളിയാണ് കേട്ടോ ഈ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് 5 മിനിറ്റ് ഉപ്പ് വരുത്തി വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിന് ശേഷം 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും വേപ്പിലയും കൂടി ഒന്ന് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ 2 സ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മൈദ ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചൂടായ എണ്ണയിലോട്ട് ഉള്ളിവടൻ്റെ മാവാണ്ടിട്ട് കൊടുത്ത് നമ്മൾ ഉള്ളിവട റെഡി ആയിട്ടാണ്. ഇവിടെ ഞാൻ ഉള്ളിവട അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഷിബിലി മോനും ഫിലിമോളും കൂടി കളിക്കുകയാണ് കേട്ടോ. അതാണ് കേട്ടോ കേൾക്കുന്നത്. ഇത് പിന്നെ അസറസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് ചൂടോടെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് വഴുകി ഉണ്ടാക്കിയത് കേട്ടോ. പൊരിക്കടി ആകുമ്പോൾ പിന്നെ കുറച്ച് ചൂടോടെയല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ഉള്ളിവടി റെഡി ആയിട്ടോ. കുറച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മതി കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളിവടയൊക്കെ തൊട്ടുവിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചമ്മന്തി ഇവിടെ മസ്റ്റാണല്ലോ. അപ്പോൾ തേങ്ങ ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കിയത് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ പുതിനൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയത് കേട്ടോ ഈ ചമ്മന്തി. പിന്നെ മുളക് ബജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുളക് ബജിയും തന്നെ ആകെ 3 എടുത്തിട്ടുള്ളൂ, കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി അവണ്ടാന്ന് വെച്ചിട്ടോ കൂടുതൽ എടുക്കാത്തത്. ബാക്കി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനിമോളല്ലേ കഴിക്കാനുള്ളൂ. അവൾ പിന്നെ മുളക് കഴിക്കൂല. അപ്പോൾ അതായിട്ട് ഉള്ളിവട ഉണ്ടാക്കിയത്. അങ്ങനെ അൽഹംദുലില്ലാ ഒരു 6:30 ആയിട്ടാണ്. അപ്പോഴേക്കും ടേബിളിൽ ഫ്രൂട്ടും പിന്നെ പൊരിക്കടികളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടാ. അപ്പോഴേക്കും നമ്മൾ മൂത്തച്ഛന് എത്തി ബാങ്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഷിബിലി മോൻക്കും ഫിനിമോൾക്കൊക്കെ നല്ല സന്തോഷം കേട്ടോ. കാരണം മൂത്താപ്പ പറക്കാനുണ്ടായപ്പോൾ ഇക്കാക്ക് പിന്നെ പള്ളിക്കൊന്നും ഒഴിവാകാൻ പറ്റിയില്ല കേട്ടോ. ഇക്കാൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഇന്ന്.
അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയിട്ട് അതിന് ശേഷം ഞാൻ ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ ബാലൻസ് ഉള്ളത് അവിടെ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ അവർ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം കഴിച്ചോട്ടെ. പക്ഷേ അവർക്ക് അതൊന്നും ആവശ്യം ഉണ്ടായില്ല. അവർ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഉപ്പിലിട്ടതാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇന്ന് ഉപ്പിലിട്ടത് മാങ്ങയും പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഇങ്ങനെ തിന്നുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നട്ടെ മനസ്സിൽ. ഓരോരോ കഥകൾ പറയുന്നുണ്ട് കഴിക്കൊണ്ടോണം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ തറാവി കഴിഞ്ഞിട്ടില്ല, പിന്നെ ചായയും കടിയും കുടിക്കുള്ളൂ. പിന്നെ അത്രയും സമയം ഉണ്ടല്ലോ. പിന്നെ ബാങ്ക് കൊടുത്താൽ ഇവിടെ നിന്നാണ് കേട്ടോ പെട്ടെന്ന് പള്ളിയിലേക്ക് എളുപ്പം. ഇക്കാൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് കുറച്ചൊന്നവിടെ പോകണം കേട്ടോ. മൂത്തച്ഛനക്ക് തന്നെ നോമ്പ് തുറന്നതിന് ശേഷം ഉപ്പിലിട്ട് മസ്റ്റാണ് കേട്ടോ. പിന്നെ ഇശാബം കൊടുത്ത് അവർ തറാവി നിസ്കരിക്കാൻ പോയിട്ട് ഞാനും എൻ്റെ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും അടുക്കളയ്ക്ക് ഇറങ്ങിയതാട്ടാ. പൊറാട്ടയാണ് ഈ കൊണ്ടുവന്നത്. പിന്നെ അത് ഞാൻ ചായക്ക് വെള്ളം വെച്ചു. പിന്നെ കുറച്ച് പൊറാട്ട ഉള്ളതല്ല, അപ്പോൾ കുറച്ച് ദോശയും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അത് ദോശക്ക് പാന് വെച്ചതാട്ടാ. പക്ഷേ ദോശച്ചട്ടി നമ്മൾ പറ്റിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പതിരിങ്ങളാണ് ഈ പാനിലായിരുന്നു കേട്ടോ പത്തിരി ഉണ്ടാക്കിയത്. അത് കാരണം ഇന്ന് ദോശ ഇതിൽ കിട്ടുന്നിട്ടില്ല കേട്ടോ. സാധാരണ ഞാൻ ഈ പാനിൽ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ ദോശ. പക്ഷേ പത്തിരി ഉണ്ടാക്കിയ കാരണം പാനിൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ക്ഷമിച്ചു കേട്ടോ. കുറച്ച് നേരം കൂടി ദോശ കിടക്കട്ടെ, എന്നിട്ട് ഒന്നുകൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോഴേക്കും ഞാൻ കറി ഒന്ന് ചൂടാക്കാനും വേണ്ടി വെച്ചു. ഇതാ എൻ്റെ പാന് വീണ്ടും എന്നെ പറ്റിച്ചു കേട്ടോ. എന്നിട്ട് അടുത്ത പാന് വെച്ചു കേട്ടോ. ഈ പാനും ഇതന്നെ കേട്ടോ അവസ്ഥ. എന്നാൽ പിന്നെ അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. സാധാരണ ദോശക്കല്ലുണ്ടല്ലോ അതാണ്ട് വെച്ചു. അതിൽ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ കിട്ടിയിട്ടാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരട്ടെ. ഇന്ന് മൂത്തച്ഛനും കൂടി ഉള്ളതല്ലേ, നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ ദോശ കിട്ടാതായപ്പോൾ ദേഷ്യം വരട്ടെ. എങ്ങനെയായാലും അൽഹംദുലില്ലാഹ് ദോശക്കല്ലിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടാണ്. മൂത്തച്ഛനക്കാണ് എന്നുണ്ടെങ്കിൽ പൊറാട്ടേനേക്കാളും ഇഷ്ടം ദോശയാണ്. അങ്ങനെ എൻ്റെ 2 പാനും എന്നെ പരീക്ഷിച്ച് അവസാനത്തെ പാൻ ദോശക്കല്ലിൽ ദോശ ഉണ്ട് റെഡിയായി. ഞാൻ ഉണ്ടാക്കുന്ന ദോശ കണ്ട ഷിബിലിമോനെ എപ്പോഴും പറയാറുള്ളതാട്ടാ, നിങ്ങളുണ്ടാക്കുന്ന ദോശ നമ്മളെ മഹലിൽ മൊത്തം കാണുന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിറയെ ഹോൾസുകളായിരിക്കും കേട്ടോ, തീരെ കട്ടി ഉണ്ടാവില്ല. അങ്ങനെ ഇതേ അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതാ ടേബിളിൽ എല്ലാം വെച്ചിട്ടോ. അങ്ങനെ അൽഹംദുലില്ലാഹ് മൂത്തച്ഛനെ പറപ്പിക്കലും കഴിഞ്ഞിട്ടാ. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴും മൂത്തച്ഛടുത്ത ദോശ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇരിക്കുമ്പോൾ ആദ്യം ഇക്കാനോട് പറഞ്ഞു കേട്ടോ, ഇന്ന് നിങ്ങളുണ്ടായിട്ടാത്തതുകൊണ്ട് ദോശക്കല്ലിനൊരു കളിന്ന്, ദോശ ശരിക്കും കിട്ടണില്ല എന്നൊക്കെ അങ്ങനെ പറയായിരുന്നു. അല്ലെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവും, ഉറപ്പില്ല. പിന്നെ ഫിലിമോൾ തൊട്ടാ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു. അവൾക്ക് വേണ്ട ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. മൂത്താപ്പ ഉണ്ടേനും ഉറക്കം വരുന്നുണ്ടേനും ഉറങ്ങണേനും എന്നാൽ ഉറങ്ങണില്ലേനും ആ ലെവലിലാട്ടോ അവൾ നിൽക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാതെ മൂത്തച്ഛനെയും പറപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.